സനാതനധർമ്മം നിലവിലുണ്ടായിരുന്നെങ്കിൽ ഇതര സകല മതങ്ങളും മാത്രമല്ല കമ്മ്യൂണിസവും പിറക്കില്ലായിരുന്നു. യു ആർ യുവർ ഗോഡ് 165. ഇതേ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ സനാതനധർമ്മം നിലവിലില്ലെന്ന 164 എപ്പിസോഡിന്റെ കമന്റ് ബോക്സിലെ പ്രണവനാദം വക വിയോജിപ്പ് കേട്ടാലും. സനാതന സംസ്കാരം അതിന് നാശമില്ല. മേൽപ്പറഞ്ഞ എല്ലാ മഹത്തുക്കളും പറഞ്ഞത് പരമ്പൊരുളായ ബ്രഹ്മത്തിലേക്ക് സ്വജീവിതം കൊണ്ട് നന്മ ചെയ്തും പുണ്യം ചെയ്തും എത്തുവാനും അതുവഴി ജീവിത സാക്ഷാത്കാരം നേടുവാനുമാണ്. ഭഗവത്ഗീതയിലൂടെ ശ്രീകൃഷ്ണൻ വിശദമായി അത് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും സനാതനധർമ്മം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇത് പറയുവാനായി യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഈ വീഡിയോ നിർമ്മിച്ചവർ ഭഗവത്ഗീത പഠിക്കുകയാണ് ആദ്യം വേണ്ടത്. സർവജ്ഞപീഠമേറിയ ശങ്കരാചാര്യർക്കടക്കം പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന ഭഗവത്ഗീതയുടെ സമൂലമൂല മർമ്മമായ നിർലേപതാ സിദ്ധാന്തം പൂർത്തീകരിച്ചത് ഗുരുബാബ മാത്രമാണ്. ഗുരുബാബയുടെ അദ്വൈത ദാർശനിക പഠനപ്രകാരമാണ് മുൻ വീഡിയോ നിർമ്മിച്ചത്. ഹിന്ദുകുല നാരായവേരായ സനാതനധർമ്മത്തിന്റെ പ്രഥമപാദം ഗർഭധാരണത്തിന് ആധാരമായ മൈഥുനം മുതൽ ശവസംസ്കാരം വരെ വരുന്ന ജീവിതപര പദ്ധതിയായ ഷോഡശ സംസ്കാരം അത്രയും. ഇതിന്റെ നെല്ലിപ്പടിയായ ഗൃഹസ്ഥ ബ്രഹ്മചര്യ പ്രകാര മൈഥുനത്താൽ ഗർഭിണിയായി പിറക്കുന്ന മനുഷ്യരിൽ വേശ്യകളും നപുംസകങ്ങളും വികലാംഗരും മാത്രമല്ല, ഓട്ടിസം പോലുള്ള ജനിതക തകരാറുള്ളവരും ഉണ്ടാകില്ല. സനാതനധർമ്മത്തിന്റെ ദ്വിതീയ പാദം ജനനം മുതൽ മരണം വരെ വരുന്ന ജീവനപര പദ്ധതിയായ ഷഡ്കർമ്മങ്ങൾ അത്രേ. ഇതിന്റെ നെല്ലിപ്പടിയായ അപരിഗ്രഹ പ്രകാര ജീവിതത്താൽ മനുഷ്യരിൽ ദരിദ്രരും യാചകരും ഉണ്ടാകില്ല. മാത്രമല്ല, വിദഗ്ധ ചികിത്സകൾക്കും മികച്ച ആരാധനകൾക്കും കാശേറെ ചെലവിട്ട ശേഷം ഈ ജന്മത്തിൽ കുഞ്ഞു പിറക്കില്ലെന്ന് തീർച്ചപ്പെട്ട സ്ത്രീകൾക്ക് കാശ് ചെലവില്ലാതെ കുഞ്ഞു പിറക്കാൻ ഗൃഹസ്ഥ ബ്രഹ്മചര്യം ഏറ്റവും ഫലപ്രദവുമത്രേ. ഞാനൊഴികെ സകല മനുഷ്യരും സംരക്ഷിക്കപ്പെടുമാറാകട്ടെ. സകല അഗ്നിയാഗങ്ങൾക്കും ഗുരുബാബ നിവേദിക്കുന്നത് സ്വർണമാണ്. അക്ഷയ തൃതീയയ്ക്കും കല്യാണങ്ങൾക്കും സമർപ്പണം ലഭിക്കുന്ന സ്വർണം മുഴുവൻ അഗ്നിയാഗങ്ങൾക്ക് ഗുരുബാബ നിവേദിക്കുന്നു. യാഗസ്വർണം ദരിദ്ര വിവാഹങ്ങൾക്ക് ദാനം ചെയ്യുന്നു. തൃശൂർ മഹിളാ മന്ദിരത്തിലെ സർക്കാരിന്റെ മകൾ പാർവതിയുടെ കല്യാണത്തിന് സർക്കാർ 1 ഗ്രാം സ്വർണവും തരില്ലെന്ന് മനോരമ വാർത്ത കണ്ട് 8 വളയടക്കം സകല സ്വർണവും ഗുരുബാബ തലേന്ന് നൽകി. ആശ്രമ ഫണ്ട് ഉപയോഗിച്ച് യാഗദ്രവ്യങ്ങൾ വാങ്ങിക്കുന്നതിനാൽ അഗ്നിയാഗങ്ങൾക്ക് ഗുരുബാബ പ്രതിഫലം വാങ്ങുന്നില്ല. കോഴിക്കോട്ടെ പ്രസാദും ഭാര്യ സുശീലയും ഒരു കുഞ്ഞു പിറന്നു കിട്ടിയാൽ ഗുരുബാബ എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായി. കൊടുങ്ങല്ലൂരിലെ അതിപ്രശസ്ത വന്ധ്യതാ നിവാരണ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലടക്കം ചികിത്സകൾക്കും ക്ഷേത്ര വഴിപാടുകൾക്കും മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിൽ നേർച്ചകൾക്കും കണക്കറ്റ പണം ചെലവിട്ട ശേഷം ഈ ജന്മത്തിൽ കുഞ്ഞു പിറക്കില്ലെന്നത് തീർച്ചപ്പെട്ടിരുന്നു. കുട്ടികൾ ഉണ്ടാവാത്തത് കൊണ്ട് അലോപ്പതി, ഹോമിയോ, ആയുർവേദ മരുന്നുകൾ കഴിച്ചു. കുറെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിപ്പിച്ചു. ഇഷ്ടംപോലെ പൈസ ചെലവായി. തൃപ്രയാർ അമ്പലത്തിൽ പോയി മണ്ണാറശാല പോയിട്ട് ഉരുളി കമിഴ്ത്തി, പള്ളിയിലും തങ്ങളെടുത്ത് പോയി 10-20 പ്രാവശ്യം മമ്മിയൂരമ്പലത്തിലും ഗുരുവായൂരും പോയി. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തില് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അവരുടെ പരിചയത്തുള്ള സുഹർഷ എന്ന സ്ത്രീക്ക് ഗുരുബാബ ആശ്രമത്തിൽ അഗ്നിയാഗത്തിൽ പങ്കെടുത്തിട്ട് ഇരട്ടക്കുട്ടികളുണ്ടായെന്ന് ഞങ്ങൾ അറിയാണ്ടിയായി. ഞങ്ങൾ ഗുരുബാബ ആശ്രമത്തിൽ വരികയും രുദ്രാഗ്നിയാഗത്തിൽ പങ്കെടുക്കുകയും 3 കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്തത്. ഫഹാദ് രാഹുകാല സമയത്താണ്. ശേഷം 18 മിനിറ്റോളം അഗ്നി പ്രാർത്ഥനയുമുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സുഹർഷ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിച്ചിട്ട് 2 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പൊ എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, സ്വാമി ഭഗവാനെ ഗുരുബാബ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ, എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നന്നായിട്ട് ഭഗവാൻ ഗുരുബാബ കേട്ടു. കനിഞ്ഞ് അനുഗ്രഹിച്ചു. 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ ഞങ്ങളോട് ഗുരുബാബ പൈസ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ഹൈന്ദവ മതത്തിന്റെ ഏറ്റവും കാതലായ ഗൃഹസ്ഥ ബ്രഹ്മചര്യം ദാമ്പത്യ വേഴ്ചയ്ക്ക് നിശ്ചയിച്ച ദിവസങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട കലണ്ടർ ഗുരുബാബ ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മക്കളുടെ സദ്ഗതിയെ ആഗ്രഹിക്കുന്ന ഏതൊരു അച്ഛന്മാരും ഗൃഹസ്ഥ ബ്രഹ്മചര്യം പാലിക്കുക തന്നെ വേണം. ഗുരുബാബയെ ആരാധിച്ചാലുള്ള പ്രഥമ ഫലം സൽസന്താന ലബ്ധിയല്ല, ധനവും ഐശ്വര്യവും വർദ്ധിക്കുമെന്നതും കടവും കാശിന്റെ വിഷമവും തീരുമെന്നതും അത്രേ. ഗുരുവായൂർ, മമ്മിയൂർ, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ, കൂടൽമാണിക്യം ക്ഷേത്രങ്ങളിൽ വിവാഹം മുതൽ മുടക്കാതെ മാസം തോറും പല വഴിപാടുകളോടെ തൊഴുതിരുന്ന ശകുന്തളയ്ക്ക് 2 മക്കൾ പിറന്ന ശേഷം നേരിട്ട മൂക്കറ്റം കടത്തിൽ നിന്ന് രക്ഷയ്ക്ക് ക്ഷേത്ര വഴിപാടുകളാലൊന്നും കഴിഞ്ഞില്ല. സകുടുംബം ആത്മഹത്യയല്ലാതെ വഴിയില്ലാതായി. ഒടുക്കം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ചെന്നപ്പോഴറിഞ്ഞു ഗുരുബാബയ്ക്കല്ലാതെ ശകുന്തളയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന്. ജന്മന തൃപ്രയാറപ്പ ഭക്തയാണെന്ന് പറഞ്ഞതിനാൽ കാശേറെ ചെലവുള്ള പുനർജന്മം അഗ്നിയാഗത്താൽ കാശേതും വാങ്ങാതെയാണ് ശകുന്തളയെ ഗുരുബാബ രക്ഷിച്ചത്. 2 പതിറ്റാണ്ട് മുമ്പ് ആത്മഹത്യ ചെയ്യുമായിരുന്ന ശകുന്തള ഗുരുബാബ രക്ഷിച്ചതിനാൽ പൂർവാധികം ഐശ്വര്യത്തോടെ സസുഖം ജീവിക്കുന്നു. മൂത്ത മകൾ അമേരിക്കയിലും ഇളയ മകൾ ഗൾഫിലും കുടുംബത്തോടെ സുഖമായി കഴിയുന്നു. മഹാവിഷ്ണുവും
മഹാലക്ഷ്മിയും സകല ഏകാദശികളിലും മുടക്കാതെ ഉപവസിക്കുമ്പോൾ ത്രേതായുഗാവതാരമായ ശ്രീരാമന്റെ തൃപ്രയാർ ക്ഷേത്രത്തിലും ദ്വാപര യുഗാവതാരമായ ശ്രീകൃഷ്ണന്റെ ഗുരുവായൂർ ക്ഷേത്രത്തിലും ഏകാദശിക്ക് ഗോതമ്പ് സദ്യ നൽകി തന്ത്രിമാരും ദേവസ്വങ്ങളും ഭക്തരെ വഞ്ചിക്കുന്നു. സിംഹവതി ഗുഹയിൽ ബോധമറ്റ മഹാവിഷ്ണുവിനെ വധിക്കാനൊരുമ്പെട്ട മുരാസുരനെ വധിച്ച് ഏകാദശി ദേവി രക്ഷിച്ച കാലം മുതൽ മുടക്കാതെ മഹാവിഷ്ണു സകല ഏകാദശികളിലും ഉപവസിക്കെ വൈഷ്ണവ അവതാരമായ ഗുരുവായൂരപ്പന് ഏകാദശി വ്രതം ബാധകമല്ലെന്ന് നുണ പറഞ്ഞ് ഏകാദശിക്ക് ഗുരുവായൂരപ്പന് വെള്ളുരുളി നിവേദ്യവും ഭക്തർക്ക് ഗോതമ്പ് സദ്യയും വേദവിരുദ്ധമായി തുടരുന്നതിനാലാണ് പ്രസാദും സുശീലയും 20ഓളം തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പല വഴിപാടുകൾ നടത്തിയിട്ടും രക്ഷ കിട്ടാതിരുന്നത്. ജീവിച്ചിരിക്കെ ദൈവ സാമീപ്യത്തിനും മരിച്ചാൽ ദൈവത്തിങ്കൽ ലയിക്കാനും ഹൈന്ദവ വേദോപനിഷത്തുക്കളുടെ മാർഗവിധി ഉപവാസം മാത്രമത്രേ. മഹാവിഷ്ണുവിനെ പോലെ സകല ഏകാദശികളിലും ഇതര അന്നനിഷിദ്ധ തിഥികളിലുമായി ആണ്ടിൽ 272 ദിനങ്ങളിൽ ഗുരുബാബ ജലപാനമില്ലാതെ ഉപവസിക്കുന്നു. ഇതിനാലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്ത്രി തുടരുന്ന അതേ വേദക്രിയകളാൽ ഗുരുബാബ ചെയ്ത അഗ്നിയാഗത്താൽ ഗുരുവായൂർ ക്ഷേത്ര വഴിപാടുകളാൽ രക്ഷ കിട്ടാതിരുന്ന സുശീലയ്ക്ക് ഒറ്റ പ്രസവത്തിൽ 3 മക്കൾ പിറന്നത്. മാത്രമല്ല ഗുരുവായൂരപ്പനോടും തൃപ്രയാർ അപ്പനോടുമടക്കം ഏത് ക്ഷേത്ര ദേവതകളോടോ ദേവീ ദേവന്മാരോടോ ആ ഹൈന്ദവ പ്രവാചകരോടോ ദേവാലയങ്ങളിലോ പ്രാർത്ഥിച്ചാലും ദൈവാനുഗ്രഹം പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയില്ല. എന്നാൽ ഭൂമിയിൽ എവിടെ ഗുരുബാബയോട് പ്രാർത്ഥിച്ചാലും ഉത്തമ ദൈവാനുഗ്രഹികളായ ഭക്തർക്കെല്ലാം ചിത്രശലഭ രസഗന്ധാഗമനത്തിന് കഴിയാറുമുണ്ട്. ക്ഷേത്ര വഴിപാടുകളാലും ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിലെ നേർച്ചകളാലും രക്ഷ കിട്ടാതെ മൂക്കറ്റം കടം മൂലം ആത്മഹത്യ ചെയ്യാനിരിക്കെ കരുനാഗപ്പള്ളിയിലെ ഡോക്ടർ മുരളി മോഹൻ ഋണമുക്തനായതും ഐശ്വര്യപ്പെട്ടതും ഗുരുബാബയോട് പ്രാർത്ഥിച്ചപ്പോൾ 100 കണക്കിന് സ്വർണ്ണവർണ്ണ ചിത്രശലഭങ്ങൾ പാതിരയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതോടെയാണ്. സകല ജനലുകളും അടച്ചിരുന്നതിനാൽ എയർഹോളിലൂടെയാണ് ചിത്രശലഭങ്ങൾ വീടിനകത്തേക്ക് കടന്നത്. വീടിന് അനേകം എയർഹോളുകൾ ഉണ്ടെങ്കിലും ഗുരുബാബയുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചിരുന്ന പൂജാമുറിയുടെ ഒറ്റ എയർഹോളിലൂടെ മാത്രമാണ് സകല ചിത്രശലഭങ്ങളും വീടിനകത്ത് കടന്നത്. ഒറ്റ കറുത്ത ചിത്രശലഭം പോലും ഇല്ലാത്ത വിധം എല്ലാം തന്നെ സ്വർണ്ണവർണ്ണ ചിത്രശലഭങ്ങളുമായിരുന്നു. ഗുരുബാബയോട് പ്രാർത്ഥിച്ച് സ്വർണ്ണവർണ്ണ ചിത്രശലഭങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടെ ഡോക്ടർ മുരളി മോഹന് ഋണമുക്തിക്കും വലിയ ഐശ്വര്യത്തിനും കഴിഞ്ഞത് ഇതേ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ 162-ാം എപ്പിസോഡിലുണ്ട്. ധനവർദ്ധനവിനും ഐശ്വര്യത്തിനും കഴിയാതെയും കടങ്ങളാലും കാശില്ലാതെയും ദുഃഖിക്കുന്നവർ സുലഭമുള്ളതിനാൽ ധനവും ഐശ്വര്യവും വർദ്ധിക്കാനും കടവും കാശിന്റെ വിഷമവും തീരാനും ഉപകരിക്കുന്നതിനായി ഈ വീഡിയോയിൽ ഇനി കാണാവുന്ന ഗുരുബാബയുടെ ചില അഗ്നിയാഗങ്ങൾ ദർശിച്ചുകൊണ്ട് സനാതന ധർമ്മം നിലവിലില്ലെന്ന സത്യപ്രസ്താവന ശ്രവിച്ചാലും. വിദഗ്ധ ചികിത്സകളാലും മികച്ച ആരാധനകളാലും ഈ ജന്മത്തിൽ കുഞ്ഞു പിറക്കില്ലെന്ന് തീർച്ചപ്പെട്ട ഒട്ടനവധി സ്ത്രീകൾക്ക് ഗുരുബാബയുടെ അനുഗ്രഹത്താൽ മക്കൾ പിറന്നത് സനാതനധർമ്മത്തിന്റെ ജീവിത പദ്ധതിയുടെ സമൂലമൂലമായ ഗൃഹസ്ഥ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചാണ്. വേദകാല ശേഷം 5000 കൊല്ലത്തിനിടെ ആദ്യമായി സനാതനധർമ്മം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഗുരുബാബയാണെന്നും ഇവിടെ തെളിയുന്നു. സാഹചര്യങ്ങളാലല്ല സ്ത്രീ വേശ്യയാകുന്നതെന്നും ആർത്തവ 13-ാം പക്ക മൈഥുനത്താൽ ഗർഭിണിയായി പിറക്കുന്ന പെൺകുഞ്ഞ് വേശ്യയാകുമെന്നുമാണ് ഹൈന്ദവ ദർശനവിധി. ആർത്തവാനന്തരം 12 നാളിലാണ് ഗർഭധാരണമെന്നിരിക്കെ എങ്കിൽ 8% സ്ത്രീകൾ വേശ്യകളാകണ്ടേ? ഭൂമിയിൽ 8% സ്ത്രീകൾ വേശ്യകളല്ലാത്തതിനാൽ ഇത് തെറ്റാണ്. വേശ്യകൾ ഉണ്ടാകുന്നത് സംബന്ധിച്ച ഹൈന്ദവ ദർശനത്തിലെ തെറ്റ് പരിഹരിച്ചത് ഭഗവത്ഗീതാ മർമ്മമായ നിർലേപതാ സിദ്ധാന്തം പൂർത്തീകരിച്ച ഗുരുബാബയത്രേ. അതിതാണ്: കൃഷ്ണപക്ഷ ത്രയോദശിയും ആർത്തവ 13-ാം പക്കവും ഒക്കുന്ന ദിന മൈഥുനത്താൽ ഗർഭിണിയായി പിറക്കുന്ന പെൺകുഞ്ഞ് രാജകുമാരിയോ പ്രഭുയോ ആയിരുന്നാലും അവൾ വേശ്യയായി മാറും. ശുക്ലപക്ഷ ദ്വാദശിയും ആർത്തവ 12-ാം പക്കവും ഒക്കുന്ന ദിന മൈഥുനത്താൽ ഗർഭിണിയായി പിറക്കുന്ന കുഞ്ഞ് നപുംസകവുമായി മാറും. സൽസന്താന സൃഷ്ടിക്ക് ചോതി ഉത്രാടം നക്ഷത്രങ്ങളിലെ മൈഥുനമാണ് ഹൈന്ദവ ദർശനവിധി. എന്നാൽ ഇതിനു പുറമെ ശ്രീകൃഷ്ണ ജന്മനക്ഷത്രമായ രോഹിണി കൂടി സൽസന്താന സൃഷ്ടിക്കായി ഗൃഹസ്ഥ ബ്രഹ്മചര്യത്തിൽ ഗുരുബാബ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കുഞ്ഞു പിറന്ന ശേഷം മാതാപിതാക്കൾ മരിക്കുവോളം തുടരുന്ന ലൈംഗിക വീഴ്ച മക്കളുടെ ജീവിതഗതിയെ സാരമായി സ്വാധീനിക്കുമെന്ന് അമേരിക്കൻ ഗവേഷകർ കണ്ടെത്തി. മക്കളുടെ സൽഗതിക്ക് ഉതകുന്ന പിൽക്കാല ലൈംഗിക വീഴ്ചയും മക്കളുടെ ദുർഗതി തടയാനാകുന്ന ബ്രഹ്മചര്യവും എന്നെല്ലാം വേണമെന്നത് കണ്ടെത്താൻ എത്ര ശ്രമിച്ചിട്ടും അമേരിക്കൻ ഗവേഷകർക്ക് കഴിയുകയുമില്ല. എന്നാൽ ഇത് ഗൃഹസ്ഥ ബ്രഹ്മചര്യത്തിലുണ്ട്. കാശ് ചെലവില്ലാതെ മക്കൾക്ക് സൽഗതിക്കും മക്കളുടെ ദോഷമുക്തിക്കും മാതാപിതാക്കൾ ഗൃഹസ്ഥ ബ്രഹ്മചര്യ പ്രകാര ദിനങ്ങളിൽ മാത്രം ലൈംഗിക വീഴ്ച നടത്തണം. സൽസന്തതി പിറക്കാനും ദോഷസന്തതി പിറക്കാതിരിക്കാനും മക്കളുടെ സൽഗതിക്കും ദോഷമുക്തിക്കും മാതാപിതാക്കൾ തുടരേണ്ടതായ മൈഥുന ദിനവും ബ്രഹ്മചര്യ ദിനവും അടങ്ങിയ ഗൃഹസ്ഥ ബ്രഹ്മചര്യം ഗുരുബാബ ആശ്രമ കലണ്ടറിലുണ്ട്. ഹൈന്ദവോദ്ധാരണാർത്ഥം 2025 മുതൽ ഗൃഹസ്ഥ ബ്രഹ്മചര്യം സഹിത ആശ്രമ കലണ്ടർ സൗജന്യവുമാണ്. ഇതിനാൽ തപാലിൽ കലണ്ടർ ലഭിക്കില്ല. ദ്വാദശനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗൃഹസ്ഥ ബ്രഹ്മചാരിയായതിനാൽ സനാതന ധർമ്മമർമ്മ രഹസ്യം തിരിച്ചറിഞ്ഞ് 12 പേർ വീതം യാത്രാ ചെലവ് പങ്കിട്ട് ഇവരിൽ ഒരാൾ വന്ന് 12 കലണ്ടറുകൾ സൗജന്യമായി കൈപ്പറ്റണം. സനാതന ധർമ്മം നിലച്ചതിനാൽ വേദകാല ശേഷമുണ്ടായ അമിതമായ അസമത്വത്താൽ ഉടലെടുത്ത നിന്ദിതരും പീഡിതരും ചൂഷിതരും അടിമകളും മറ്റും അമിതമായപ്പോഴാണ് വിവിധ മതങ്ങൾ പിറന്നത്. സനാതന ധർമ്മത്തിന്റെ മുഖമുദ്ര സമത്വ വീക്ഷണമാണ്. കമ്മ്യൂണിസത്തിന്റെ മുഖമുദ്ര സമത്വ ദീക്ഷണവുമാണ്.
അപരിഗ്രഹത്തിന്റെ സന്തതി അത്രേ സമത്വ വീക്ഷണം. വേദകാലത്തോടെ സനാതനധർമ്മം നിലച്ചതിനാൽ അപരിഗ്രഹവും നിലച്ചു. ഇങ്ങനെ സമത്വ വീക്ഷണം ശിഥിലപ്പെട്ടതിനാലാണ് സമത്വ ദീക്ഷണ മുഖമുദ്രയായ കമ്മ്യൂണിസം പിറന്നത്. അതായത് ഇതര മതങ്ങൾ എന്നതുപോലെ തന്നെ വേദകാലത്തോടെ സനാതനധർമ്മം നിലച്ചതിനാലാണ് കമ്മ്യൂണിസവും പിറന്നതെന്ന് തെളിയുന്നു. സനാതനധർമ്മത്തിന്റെ ജീവനപര പദ്ധതിയുടെ സമൂലമൂലമായ ഗൃഹസ്ഥ ബ്രഹ്മചര്യം പ്രകാര മൈഥുനത്താൽ ഗർഭം ധരിച്ചു പിറക്കുന്ന മനുഷ്യരിൽ വേശ്യകളും നപുംസകങ്ങളും വികലാംഗരും മറ്റും ഉണ്ടാകില്ല. ഹിന്ദുക്കളിൽ വേശ്യകളും നപുംസകങ്ങളും വികലാംഗരും മറ്റും സുലഭമുള്ളതിനാൽ ഹിന്ദുകുലനാരായ സനാതനധർമ്മം നിലവിലില്ലെന്ന് തെളിയുന്നു. ഹിന്ദുക്കൾ മാത്രമായിരുന്ന വിശാല ഇന്ത്യയിൽ വേദകാല ശേഷം ഹിന്ദുക്കൾ മതം മാറി ഹിന്ദു ജനസംഖ്യയിൽ വൻ നാശമുണ്ടായതിനാലും ഹിന്ദുക്കൾ മതം മാറിയുണ്ടായ അഹിന്ദുക്കളാൽ ഇന്ത്യക്ക് വൻ രാജ്യനാശമുണ്ടായതിനാലും സനാതനധർമ്മം നിലവിലില്ലെന്ന് തെളിയുന്നു. ഭൂമിയിലെ 31% മനുഷ്യർ 2025 കൊല്ലത്തിനിടെ ക്രിസ്ത്യാനികളായ നിലയ്ക്ക് വേദകാലത്ത് പ്രശോഭിച്ചിരുന്ന സനാതനധർമ്മം അവിരാമം തുടർന്നിരുന്നെങ്കിൽ വേദകാല ശേഷം 5000 കൊല്ലത്തിനിടെ ഭൂമിയിലെ 90% മനുഷ്യരെങ്കിലും ഹിന്ദുക്കളാകുമായിരുന്നു എന്നിരിക്കെ ഭൂമിയിൽ ഹിന്ദുകുല ജനസംഖ്യ 18% മാത്രമായതിനാൽ സനാതനധർമ്മം നിലവിലില്ലെന്ന് തെളിയുന്നു. കൊല്ലം തോറും തുടരുന്ന ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാസംഗമത്തിന്റെ 2025 നടന്ന 113 സമ്മേളനത്തിൽ പങ്കെടുത്ത ശ്രേഷ്ഠ ഹൈന്ദവാചാര്യരടക്കം പ്രഭാഷകരേവരും സനാതനധർമ്മത്തെ ഏറെ പ്രകീർത്തിച്ചതല്ലാതെ എന്താണ് സനാതനധർമ്മം ഇവരാരും തന്നെ പറയാതിരുന്നതിൽ നിന്നും സനാതനധർമ്മം നിലവിലില്ലെന്ന് തെളിയുന്നു. സനാതനധർമ്മം വേദകാല ശേഷവും അവിരാമം നിലനിന്നിരുന്നെങ്കിൽ ലോകഭാഷ സംസ്കൃതമായി തീരുമായിരുന്നു എന്നിരിക്കെ ലോകഭാഷ ഇംഗ്ലീഷ് ആയതിൽ നിന്നും സനാതനധർമ്മം നിലവിലില്ലെന്ന് തെളിയുന്നു. സനാതനധർമ്മം തകർക്കുമെന്ന് തമിഴ്നാട് മന്ത്രി ശഠിച്ചതും ചെറുക്കുമെന്ന് ഹൈന്ദവ പ്രേമികൾ ഇന്ത്യയെങ്ങും പ്രതികരിച്ചതും ഒരേപോലെ അജ്ഞതയാലാണെന്നും ഇതിനാൽ ഇവിടെ തെളിയുന്നു. ഷോഡശ സംസ്കാരങ്ങളും ഷഡ്കർമ്മങ്ങളും ബ്രാഹ്മണർക്ക് മാത്രം ബാധകമായ വേദവിധികളാണെന്ന വാദഗതി കേവലം ബാലിശമത്രേ. ഹൈന്ദവ വേദോപനിഷത്തുകൾക്ക് മുന്നിൽ ഇതര സകല മതവേദങ്ങളും നിഷ്പ്രഭങ്ങളാണെന്ന് സ്ഥിരീകരിച്ചത് ഹിന്ദു വർഗീയവാദികളല്ല, അഹിന്ദുക്കളായ പാശ്ചാത്യ ഗവേഷകരാണ്. പട്ടിണി രാജ്യങ്ങളിലെ മനുഷ്യരെ തുടർ അന്നവസ്ത്രാദി ദാനങ്ങളാൽ വ്യാപകമായി മതം മാറ്റാൻ വിദേശ ക്രൈസ്തവ മിഷണറിമാർ കർമ്മപദ്ധതി തയ്യാറാക്കി. പട്ടിണിയും മനുഷ്യരും കൂടുതലുള്ള രാജ്യമായ അക്കാല സംയുക്ത ഇന്ത്യയിലെ വ്യാപക മതം മാറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ തെരഞ്ഞെടുത്തത് മഹാപണ്ഡിതനായ മാക്സ് മുള്ളറെ ആയിരുന്നു. ഹിന്ദുക്കളെ എളുപ്പത്തിൽ മതം മാറ്റുന്നതിന് വേണ്ടി ഹിന്ദുക്കളുടെ വേദങ്ങളും ആരാധനകളും ആഴത്തിൽ പഠിച്ച മാക്സ് മുള്ളർ ബൈബിൾ ഉപേക്ഷിച്ച് വേദോപനിഷത്തുകളുടെ ഉപാസകനായി മാറി. വിസ്മയത്തോടെ മാക്സ് മുള്ളർ വിലയിരുത്തിയത് ഇതര സകല മതവേദ തത്വങ്ങളും ഹൈന്ദവ വേദങ്ങളിൽ ഉണ്ടെങ്കിലും ഹൈന്ദവ വേദ തത്വങ്ങൾ പലതും ഇതര മതവേദങ്ങളിൽ ഇല്ലെന്നുമാണ്. ഇതിനാൽ ഹിന്ദുക്കളെ മതം മാറ്റാനായി ഇന്ത്യയിലേക്ക് മാക്സ് മുള്ളർ വന്നില്ലെന്ന് മാത്രമല്ല, ക്രൈസ്തവ സുവിശേഷം മതിയാക്കിക്കൊണ്ട് മരണം വരെയും വിദേശ രാജ്യങ്ങളിൽ ഹിന്ദുത്വ പ്രചാരണവും നടത്തി. ഇപ്രകാരം അനശ്വര ഹൈന്ദവ ദർശനത്തിന്റെ അടിത്തറയും ഹിന്ദുകുല നാരായ വേരുമായ സനാതനധർമ്മത്തിന്റെ ജീവിതപര പദ്ധതിയായ ഷോഡശ സംസ്കാരങ്ങളും ജീവനപര പദ്ധതികളായ ഷഡ്കർമ്മങ്ങളും ഭൂമിയിൽ മതങ്ങൾ പിറക്കും മുന്നേ വേദകാലത്തെ രൂപകൽപ്പനകളത്രേ. ഇതിനാൽ ഭക്ത നിരീശ്വര ജാതി മത രാജ്യഭേദമന്യേ ഒരേ പ്രാണവായി ശ്വസിക്കുന്ന സകല മനുഷ്യരുടെയും ആസകല ക്ഷേമാർത്ഥ കവചവുമത്രേ സനാതനധർമ്മ വിധേയങ്ങളായ ഷോഡശ സംസ്കാരങ്ങളും ഷഡ്കർമ്മങ്ങളും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവവും കലിയുഗാവതാരവുമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിനുതകുന്ന യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.